ടി വാസുദേവൻ നായർ മലയാളിയെ സംബന്ധിച്ച് മലയാളിക്ക് സ്വയം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു കണ്ണാടി എന്നതുപോലെ മലയാളി പ്രതിബിംബമായി ടി വാസുദേവൻ നായരെ കണ്ടിരുന്നു എന്ന് പറയാം. പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിൽ 1933 ജൂലൈ 15-നാണ് ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി, ഞാൻ ആദ്യമായി വായിച്ച മലയാള നോവൽ ടി വാസുദേവൻ നായരുടെ നാലുകെട്ടാണ്. അങ്ങനെ ഓരോ മലയാളിയെ സംബന്ധിച്ചും ടി എന്നുള്ളത് വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ്. മലയാളി ടി വാസുദേവൻ നായരെ കാണുന്നത് ടി എന്ന ദ്വയക്ഷരിയെ കാണുന്നത്, അത് ചിലർ വാസുവേട്ടനായി കാണുന്ന ആളുകളുണ്ടാവും, ചിലർ ടി ആയി കാണുന്നവരുണ്ടാകും. ടിയെ അറിയാത്ത, ടിയെ അനുഭവിക്കാത്ത, ടിയുടെ അനുഭൂതി പരിസരങ്ങൾ അറിയാത്ത മലയാളി ഉണ്ടാവില്ല. മാതൃഭൂമിയെ സംബന്ധിച്ച് മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ പത്രാധിപരായിരുന്നു ടി വാസുദേവൻ നായർ. അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടികളിലൊന്ന് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം നടന്ന മാതൃഭൂമിയുടെ ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവൽ ആണ്. മാതൃഭൂമിയെ സംബന്ധിച്ചും ഇത് വലിയ നഷ്ടമാണ്. മാതൃഭൂമിയുടെ ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് പത്രാധിപരാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് കേരളത്തിൻ്റെ കഥാകാരനാണ്. ടി വാസുദേവൻ നായർ മലയാളത്തോട് വിട പറഞ്ഞ അതിവൈകാരികമായ ഒരു നിമിഷത്തെയാണ് നമ്മൾ കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 10 മണിക്ക് ടി വാസുദേവൻ നായരുടെ മരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുകയാണ്. ടി വാസുദേവൻ നായർ കാലത്തോട് വിട പറയുന്നു, കേരളത്തോട് വിട പറയുന്നു, മലയാളത്തോട് വിട പറയുന്നു. ഒരു ചെറുപുഞ്ചിരി അവശേഷിപ്പിച്ച് ടി കഥാവശേഷനാവുകയാണ്. കെ മധു നമ്മോടൊപ്പം ഉണ്ട്. മധു, മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ദൈനംദിന സംസാരങ്ങളിൽ ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ കാലത്തിലെ സേതു അല്ലെങ്കിൽ മഞ്ഞിലെ വിമല എന്ന് ദൈനംദിന സംഭാഷണത്തിൽ പോലും വരുന്നതാണ്. കാലത്തിലെ സേതുവിനെ പോലെയാണ് നീ എന്ന് സുഹൃത്തിനോട് പറയാത്ത മലയാളികൾ ഒരുപക്ഷെ കുറവായിരിക്കും. അങ്ങനെ ടി വാസുദേവൻ നായർ അടയാളപ്പെടുത്തിയത്, ടി വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ, അത് മലയാളിയുടെ സൈക്യെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ടി കടന്നു പോകുമ്പോൾ മലയാളം എങ്ങനെ പ്രണമിക്കണം? തീർച്ചയായും അതിനപ്പുറത്ത് അഭിലാഷ്, ഈ നിമിഷത്തിൽ ടി ജോലി ചെയ്ത സ്ഥാപനത്തിലാണ് ഞാനും അഭിലാഷും ജോലി ചെയ്യുന്നത് എന്ന ഒരു അഭിമാനം എക്കാലവും മാതൃഭൂമിക്കുണ്ട്. മാതൃഭൂമി പിറന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ചരിത്രം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃഭൂമി പിറന്ന് 10 വർഷം കഴിയുമ്പോഴാണ് ടി പിറക്കുന്നത്. കൂടല്ലൂരിലാണ്. 2 സംഗമേശ്വരന്മാർ എന്ന് നമുക്ക് പലപ്പോഴും ഓർക്കാറുണ്ട്. ഒന്ന് ഇതിഹാസത്തിലെ സംഗമേശ്വരനാണ് കൂടൽ മാണിക്യസ്വാമി ഭരതൻ, മറ്റൊന്ന് ബസവണ്ണയാണ്. കർണാടകത്തിലെ 2 നദികളുടെ ആ സംഗമസ്ഥാനത്ത് പിറന്ന സംഗമേശ്വരൻ ബസവണ്ണ. ആ ചരിത്രവും ഇതിഹാസവും ഒക്കെ നെയ്തെടുത്തുകൊണ്ടാണ് മാതൃഭൂമി പിറന്ന് 10 വർഷത്തിന് പിന്നാലെ ടി കൂടല്ലൂരിൽ ജനിക്കുന്നത്. അത് മറ്റൊരു നദീ സംഗമ സ്ഥലത്താണ്. പക്ഷേ അതിനപ്പുറത്ത് ടി എന്ന മനുഷ്യൻ, ആ 2 അക്ഷരങ്ങൾ മാതൃഭൂമി എന്ന സ്ഥാപനത്തെ അതിൻ്റെ സ്വപ്നമായി കണ്ടുകൊണ്ട് കടന്നു വന്നു. മാതൃഭൂമി എന്ന സ്ഥാപനത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. സബ് എഡിറ്ററായി കടന്നു വരുമ്പോൾ കെ കേശവമേനോനാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. കുറച്ചുകൂടി വൃത്തിയിലൊക്കെ വരണമേ എന്നാണ് ടിയോട് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനപ്പുറത്തുള്ള വർഷങ്ങളിലൊക്കെ മലയാള സാഹിത്യം തന്നെ വൃത്തിയുള്ളതാക്കുകയായിരുന്നു ടി എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നത്. ടി ഒരു എഴുത്തുകാരൻ, ഒരു സിനിമാക്കാരൻ, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സംവിധായകൻ, എന്തല്ല എന്ന് നമുക്ക് പറയാനാവില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു എഴുത്തുകാരൻ. അത്തരം ഒരാൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന, ബംഗാളിൽ സത്യത്രയ ഉണ്ടായിരുന്നു, ടാഗോർ. പക്ഷേ ഞാൻ കാണുന്നത് ടാഗോറിൻ്റെ തുടർച്ചയാണ് ടിയിൽ എന്നുള്ളതാണ്. ടി ഒരിക്കലും, ലീലാവതി ടീച്ചർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ടി എന്ന വാക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറയുമ്പോൾ ടി എന്ന് വായിക്കാനാവും, പക്ഷെ അതൊരിക്കലും ശൂന്യതയായിരുന്നില്ല, പൂർണ്ണമായ നിറവായിരുന്നു ടി. തീർച്ചയായും മലയാളിക്ക് ഓരോരുത്തർക്കും ഓർത്തെടുത്ത് അവരുടെ ടി എന്തായിരുന്നു എന്ന് പറയാം. മാതൃഭൂമിയെ സംബന്ധിച്ച് ടി ഞങ്ങളുടെ പത്രാധിപരായിരുന്നു. സുഹൃതത്തിൽ ടി വാസുദേവൻ നായർ അനശ്വരമാക്കിയ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നുണ്ട്, ജീവിതം എന്നുള്ളത് വലിയ ഒരു നുണയാണെന്നും മരണമാണ് വലിയ സത്യം എന്നും. ജീവിതം എന്ന വലിയ നുണയെക്കുറിച്ചും മരണമെന്ന വലിയ സത്യത്തെക്കുറിച്ചും എഴുതിയ ടി വാസുദേവൻ നായർ കഥാവശേഷനാകുന്നു. കാലം അനശ്വരമാക്കുകയാണ് ടിയെ.